മൊഡ്യൂൾ 1-ൽ ഇനി 2 ടോപ്പിക് കൂടിയാണ് ബാക്കിയുള്ളത്. അപ്പൊ ആ 2 ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയതിന്റെ ബാക്കിയായിട്ട്. ഓക്കെ. ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ, അതാണ് അടുത്ത ടോപ്പിക് വരുന്നത്. ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ. ഈ ലോയുടെ അതർ നെയിംസ് ആണ് ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ്, റിട്ടേൺസ് ടു ഫാക്ടർ, ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. 3 പേരുകളുണ്ട്. ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ്, റിട്ടേൺസ് ടു ഫാക്ടർ ഓർ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ. അപ്പം ഈ ലോ അനുസരിച്ചിട്ട് നമുക്കറിയാം നമ്മുടെ ഇൻപുട്സ് എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. അപ്പൊ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ലാൻഡ്, ലേബർ, ഓർഗനൈസേഷൻ ആൻഡ് ക്യാപിറ്റൽ, ഇത് 4 നമ്മുടെ ഇൻപുട്സ്, അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പം ഇതിലെ ഒരു വേരിയബിളിനെ മാത്രം വേരി ചെയ്യിച്ചിട്ട് ബാക്കിയുള്ള വേരിയബിൾസിനെ എല്ലാം കോൺസ്റ്റന്റ് ആക്കി വെക്കും. എന്നിട്ട് എത്രത്തോളം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ലോ വെച്ചിട്ട് നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പാ കാണിക്കുന്നത്. Law examines short-run relationship between one variable input and output produced while keeping all other factor inputs constant. ഇവിടെ നമുക്കറിയാം, അതായത് ഷോർട്ട് റൺ റിലേഷൻഷിപ്പ് മീൻസ് ടൈം കുറവായതുകൊണ്ട് എല്ലാ ഇൻപുട്സിനെയും വേരി ചെയ്യിക്കാൻ നമുക്ക് പറ്റില്ല. ഈ 4 ഇൻപുട്സില് ഏതെങ്കിലും ഒരു ഇൻപുട്ട്, ചീപ്പായിട്ടുള്ള ഒരു ഇൻപുട്ട് എടുത്തിട്ട് ആ ഇൻപുട്ടിനെയാണ് വേരി ചെയ്യിപ്പിക്കുന്നുള്ളൂ. കാരണം ഷോർട്ട് റൺ ആണ്, അതുകൊണ്ട് എല്ലാ ഇൻപുട്ടിനെയും വേരി ചെയ്യിക്കാനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ട്. അപ്പം ഷോർട്ട് റൺ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വൺ വേരിയബിൾ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് വൈൽ കീപ്പിംഗ് ഓൾ ദ അതർ ഫാക്ടർ ഇൻപുട്ട് കോൺസ്റ്റന്റ്, അതാണ് ഈ ലോ വെച്ചിട്ട് നമ്മൾ പറയുന്നത്. ആ ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്, ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് ആസ് മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് എ വേരിയബിൾ ഫാക്ടർ ആർ അപ്ലൈഡ് ടു എ ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് എ ഫിക്സഡ് ഫാക്ടർ, the total product increase at an increasing rate initially and then at a diminishing rate and eventually decreases provided there is no change in technology. That means ഇവിടെ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഈ ലോയുടെ ഒരു എക്സാമ്പിൾ പറയാം ഞാൻ ആദ്യം. ഇവിടെ ഒരു കോളം, ഒരു ടേബിൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ ആ ടേബിളിൽ നമുക്കുള്ളത് ഫസ്റ്റ് കോളത്തിൽ വേരിയബിൾ ഫാക്ടർ എംപ്ലോയിഡ്. നമ്മുടെ ഇവിടുത്തെ വേരിയബിൾ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് ആണ്. നമ്മൾ വേരി ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്യുന്ന ഇൻപുട്ട് ലേബർ ആണ്. ഏറ്റവും ചീപ്പായിട്ടുള്ള ഇൻപുട്ട് ലേബർ ആയതുകൊണ്ട് ലേബർ എന്നുള്ള ഇൻപുട്ട് ആണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് കോളത്തിൽ വരുന്ന ടോട്ടൽ പ്രോഡക്റ്റ്, അതിന്റെ അടുത്ത കോളം ആവറേജ് പ്രോഡക്റ്റ്, ദെൻ മാർജിനൽ പ്രോഡക്റ്റ്. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ വെച്ചിട്ട് നമ്മൾ പറയുന്നത്, ഇപ്പം ഇവിടെ ഓരോ എംപ്ലോയീസിനെയും ഇൻക്രീസ് ചെയ്യുന്നു, അതായത് ഓരോ യൂണിറ്റ് എംപ്ലോയിനെയും ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആദ്യമേ ടോട്ടൽ പ്രൊഡക്ഷനിൽ ഒരു ഇൻക്രീസ് ഉണ്ടാവും, പിന്നെ ഡിമിനിഷ് ചെയ്യും, പിന്നെ ആ ഒരു റേറ്റ് ഡിക്രീസ് ചെയ്യും. അതാണ് ഈ ലോ വെച്ചിട്ട് പറയുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം. ഇപ്പം നമ്മുടെ ഇവിടെ എക്സാമ്പിളിൽ നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്, വേരി ചെയ്യുന്ന ഫാക്ടർ ആയിട്ട് നമ്മൾ ഇൻപുട്ട് ആയിട്ട് എടുത്തിരിക്കുന്ന ഫാക്ടർ ലേബർ ആണ്. അപ്പം ഓരോ യൂണിറ്റ് ലേബറിനെയും ആഡ് ചെയ്യുമ്പോൾ, ജനറലി പറഞ്ഞാൽ ഓരോ യൂണിറ്റ് ലേബറും ആഡ് ചെയ്യുമ്പോൾ ആദ്യമേ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, more and more units of variable factor are applied to a given quantity of fixed factor. Total product increase at an increasing rate initially increase ചെയ്യും, പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ then at a diminishing rate, പിന്നെ ഡിമിനിഷ് ചെയ്ത് ലാസ്റ്റ് ഇവഞ്ച്വലി ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ ടേബിളിൽ കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഒരു യൂണിറ്റ് ലേബർ വരുന്നപ്പോൾ ടോട്ടൽ പ്രൊഡക്ഷൻ 8 ആണ്, ആവറേജ് പ്രൊഡക്ഷൻ വരുന്നത് 8 തന്നെ, മാർജിനൽ പ്രോഡക്റ്റും 8 തന്നെ. ഇവിടെ സ്റ്റേജ് 1-ല് ഇൻക്രീസിങ് റിട്ടേൺസ് ഫാക്ടർ ആണ് വന്നിട്ടുള്ളത്. ഇനി അടുത്ത യൂണിറ്റ് ആഡ് ചെയ്തു, അതായത് 2 ലേബേഴ്സ് ആയി, അപ്പൊ ടോട്ടൽ പ്രോഡക്റ്റ് ഇൻക്രീസ് ചെയ്തു, 18 20 ആയി. ആവറേജ് പ്രോഡക്റ്റും ഇൻക്രീസ് ചെയ്തു, മാർജിനൽ പ്രോഡക്റ്റും ഇൻക്രീസ് ചെയ്തു. അപ്പൊ ഇവിടെ ഇൻക്രീസിങ് റിട്ടേൺസ് ആണുള്ളത്.
ഇൻക്രീസിംഗ് റിട്ടേൺസ് ഫാക്ടർ ആണ് സ്റ്റേജ് 1 തന്നെ. അടുത്ത നെക്സ്റ്റ് ലേബറിനെ ആഡ് ചെയ്തപ്പോഴും ടോട്ടൽ പ്രോഡക്റ്റ് ഇൻക്രീസ് ചെയ്തു, ആവറേജ് പ്രോഡക്റ്റ് ഇൻക്രീസ് ചെയ്തു, മാർജിനൽ പ്രോഡക്റ്റ് ഇൻക്രീസ് ചെയ്തു. അതായത് 20 36 ആയി ടോട്ടൽ പ്രോഡക്റ്റ്, ആവറേജ് പ്രോഡക്റ്റ് 10 12 ആയി, മാർജിനൽ പ്രോഡക്റ്റ് 12 16 ആയി. അതാണ് ആ ഇൻക്രീസിങ്. ആദ്യമേ ലേബേഴ്സ് അല്ലെങ്കിൽ ഓരോ യൂണിറ്റ് ഇൻപുട്ട് ആഡ് ചെയ്യുമ്പോൾ, വേരി ചെയ്യുന്ന ഇൻപുട്ട് ഓരോ യൂണിറ്റ് ആഡ് ചെയ്യുമ്പോൾ ഇൻക്രീസിങ് റിട്ടേൺ ആ കിട്ടുന്നതെന്ന് പറഞ്ഞിരുന്നു. അതാണ് കാണിച്ചു തന്നിട്ടുള്ളത്. അതായത് ആദ്യത്തെ 1 2 3 ആഡ് ചെയ്യുമ്പോ, പിന്നീട് നെക്സ്റ്റ് അടുത്ത 4 യൂണിറ്റ് ലേബർ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ പ്രോഡക്റ്റ് വരുന്നത് 36 48 ആണ്. ആവറേജ് പ്രോഡക്റ്റ് 12 തന്നെ. മാർജിനൽ പ്രോഡക്റ്റിന് ഡിക്രീസ് ആണ് ഉണ്ടായിട്ടുള്ളത്. മാർജിനൽ പ്രോഡക്റ്റ് മീൻസ് അഡീഷണൽ യൂണിറ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് മാർജിനൽ പ്രോഡക്റ്റ്. ഇവിടെ മാർജിനൽ പ്രോഡക്റ്റിൽ എന്താണ് ഡിക്രീസ് ആണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ നമ്മളിവിടെ DRF എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് ഡിക്രീസ് എന്ന് പറയരുത്, ഡിമിനിഷിംഗ് ആണ്. ഡിമിനിഷിംഗ് റേറ്റ് ആണ്, ഡിമിനിഷിംഗ് റേറ്റ് ഫാക്ടർ ആണ് DRF എന്ന് പറയുന്നത്. ലോ അനുസരിച്ചിട്ട് ആദ്യത്തെ സ്റ്റേജ് 1 ഇൻക്രീസിംഗ് റിട്ടേൺസ് ആണ് ഉണ്ടായിട്ടുള്ളത്. 4 ലേബേഴ്സിനെ ആഡ് ചെയ്യുന്ന കേസ് വന്നപ്പോ സ്റ്റേജ് 2 വന്നു. അവിടെ ഡിമിനിഷിംഗ് റിട്ടേൺ ആണ്. ടോട്ടൽ പ്രോഡക്റ്റ് ഇൻക്രീസ് ആയി, ആവറേജ് പ്രോഡക്റ്റ് സെയിം ആണ്. അതുപോലെ മാർജിനൽ പ്രോഡക്റ്റിന് എന്താണ് ഡിക്രീസ് ആ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഡിമിനിഷിംഗ് റിട്ടേൺ ആണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് 5 6 ഒക്കെ എംപ്ലോയീസിനെ ആഡ് ചെയ്യുമ്പോഴും ടോട്ടൽ പ്രോഡക്റ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 48 55 ആയി, പിന്നെ 55 60 ആയി. പക്ഷെ ആവറേജ് പ്രോഡക്റ്റും അതുപോലെ മാർജിനൽ പ്രോഡക്റ്റും ഡിമിനിഷ് ചെയ്താ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഡിമിനിഷിംഗ് റിട്ടേൺസ് ആണ് ഇവിടെ വരുന്നത്. നെക്സ്റ്റ് തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് റിട്ടേൺസ് ആണ്. അതായത് വീണ്ടും ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് വീണ്ടും എംപ്ലോയീസിനെ ആഡ് ചെയ്താലും അതായത് മാർജിനൽ പ്രോഡക്റ്റിന് ചേഞ്ച് അങ്ങനെ വരുന്നില്ല, അല്ലെങ്കിൽ മാർജിനൽ പ്രോഡക്റ്റ് ബിക്കം 0. ഇപ്പൊ 7 എംപ്ലോയീസിനെ ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 7 ലേബേഴ്സിനെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ മാർജിനൽ പ്രോഡക്റ്റ് 0 ആയി. ടോട്ടൽ പ്രോഡക്റ്റിന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല, 60 തന്നെ. പക്ഷെ മാർജിനൽ പ്രോഡക്റ്റ് ബിക്കം 0. അതാണ് നെഗറ്റീവ് റിട്ടേൺസിലേക്കാണ് പോകുന്നത്. അറ്റ് ലാസ്റ്റ് 8 എംപ്ലോയീസിനെ ആഡ് ചെയ്തപ്പോഴാണെങ്കിൽ നമ്മുടെ ടോട്ടൽ പ്രോഡക്റ്റ് ഡിക്രീസ് ചെയ്തു, മാർജിനൽ പ്രോഡക്റ്റ് ബിക്കം നെഗറ്റീവ്. അങ്ങനെ 3 സ്റ്റേജ് ആണ് ഉള്ളത്. സ്റ്റേജ് 1 ഇൻക്രീസിംഗ് റിട്ടേൺസ് ആണ്, സ്റ്റേജ് 2 ഡിമിനിഷിംഗ് റിട്ടേൺസ്, ആൻഡ് ലാസ്റ്റ് സ്റ്റേജ് 3 നെഗറ്റീവ് റിട്ടേൺസ് ആണ്. അപ്പം ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് 3 സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ വെച്ച് നമ്മൾ പ്രൊഡക്ഷന്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഇൻപുട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ചൂസ് ചെയ്തിട്ട് ആ ഇൻപുട്ടിനെ വേരി ചെയ്യിപ്പിക്കും, ബാക്കിയുള്ള ഇൻപുട്സിനെ എല്ലാം കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട്. അപ്പം പ്രൊഡക്ഷൻ യൂണിറ്റ് 3 സ്റ്റേജസിലൂടെ കടന്നു പോകും. അതെന്താന്നാണ് പറഞ്ഞത്. അതിന് ഈ ഗ്രാഫ് വെച്ച് പ്ലോട്ട് ചെയ്തിരിക്കുന്നതായി കാണുന്നത്. അതായത് ടോട്ടൽ പ്രോഡക്റ്റ് പിന്നെ അതുപോലെ ആവറേജ് പ്രോഡക്റ്റ്, മാർജിനൽ പ്രോഡക്റ്റ്, ഇത് മൂന്നിന്റെയും കൂടി ഗ്രാഫാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജിൽ ടോട്ടൽ പ്രോഡക്റ്റ് ഇൻക്രീസ് ചെയ്തു, അതാണ് ഇൻക്രീസിംഗ് റിട്ടേൺ എന്നുള്ളത് തന്നിരിക്കുന്നത്, ഇൻക്രീസിംഗ് റിട്ടേൺ ഫാക്ടർ എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് അതായത് 0 to A ആണ് ഫസ്റ്റ് സ്റ്റേജ്, പിന്നെ A to B ആണ് സെക്കൻഡ് സ്റ്റേജ്, അവിടെ ഡിമിനിഷിംഗ് റിട്ടേൺസ് ആണ്. പിന്നെ ലാസ്റ്റ് സ്റ്റേജ് ആണ് നെഗറ്റീവ് റിട്ടേൺസിലേക്ക് വരുന്നത്. ഇപ്പൊ ആ പറഞ്ഞ കാര്യങ്ങൾ ഓരോ സ്റ്റേജിലും എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. ഫസ്റ്റ് സ്റ്റേജില് ടോട്ടൽ പ്രോഡക്റ്റും ആവറേജ് പ്രോഡക്റ്റും മാർജിനൽ പ്രോഡക്റ്റും ഇൻക്രീസ് ചെയ്തു അറ്റ് ആൻ ഇൻക്രീസിംഗ് റേറ്റ്. ഫസ്റ്റ് സ്റ്റേജിന്റെ എൻഡില് ടോട്ടൽ പ്രോഡക്റ്റ് ഈക്വൽ ടു മാർജിനൽ പ്രോഡക്റ്റ് ആയി. ഇനി സെക്കൻഡ് സ്റ്റേജില് മാർജിനൽ പ്രോഡക്റ്റ് ഫോൾ ചെയ്തു, പക്ഷെ TP ഇൻക്രീസ് ചെയ്തു, പക്ഷെ ഡിമിനിഷിംഗ് റേറ്റിലാണെന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. സെക്കൻഡ് സ്റ്റേജ് എൻഡ് ചെയ്യുമ്പോഴത്തേക്കും TP മാക്സിമം ആയി, ദെൻ മാർജിനൽ പ്രോഡക്റ്റ് 0 ആയി. ദെൻ ആഫ്റ്റർ ദാറ്റ് ആവറേജ് പ്രോഡക്റ്റ് ഓൾസോ ഫോൾസ്.
സ്റ്റേജ് 3 ആണെങ്കിൽ മാർജിനൽ പ്രോഡക്റ്റ് നെഗറ്റീവ് ആയി. മാർജിനൽ പ്രോഡക്റ്റ് നെഗറ്റീവ് ആയി, അതോടൊപ്പം തന്നെ ടോട്ടൽ പ്രോഡക്റ്റ് ഫോൾ ചെയ്തു. അതാണ് 3 സ്റ്റേജിൽ സംഭവിക്കുന്നത്. അത് ആ ഗ്രാഫ് വെച്ചിട്ട് നിങ്ങൾ ലോയുടെ സ്റ്റേറ്റ്മെന്റും പറയാ, ഈ ഗ്രാഫും ഈ ടേബിളും ഗ്രാഫും വെച്ചിട്ട് 3 സ്റ്റേജസ് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇത് നെക്സ്റ്റ് വരുന്നത് കോക്ക് ഡോഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. കോക്ക് ഡോഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അതാണ് ഈ മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. നമ്മൾ മുന്നേയും 2 പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പറഞ്ഞിരുന്നു മുന്നത്തെ ക്ലാസ്സിൽ. വേരിയബിൾ പ്രൊപ്പോർഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ട്, പിന്നെ ഫിക്സഡ് പ്രൊപ്പോർഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അത് രണ്ടിന്ന് വ്യത്യസ്തമായിട്ട് വേറൊരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് കോക്ക് ഡോഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അപ്പം ഈ ഒരു ഫംഗ്ഷൻ പ്രൊപ്പോസ് ചെയ്തത് വിക്സീഡ് എന്ന് പറഞ്ഞിട്ടുള്ള എക്കണോമിസ്റ്റ് ആണ്. പക്ഷെ ഈ വിക്സീഡ് എന്ന് പറഞ്ഞ എക്കണോമിസ്റ്റിന് സ്റ്റാറ്റിസ്റ്റിക്കലി ആൻഡ് മാത്തമാറ്റിക്കലി അത് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ദെൻ ലേറ്റർ ഓൺ വേറെ 2 എക്കണോമിസ്റ്റുകൾ, ചാൾസ് ഡബ്ല്യു കോപ്പ് ആൻഡ് പോൾ എച്ച് ഡോഗ്ലസ്, 1928 അവര് സ്റ്റാറ്റിസ്റ്റിക്കലി ആൻഡ് മാത്തമാറ്റിക്കലി ഈ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പ്രൂവ് ചെയ്തു. അതിനു വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തത് ഡേറ്റ ഫ്രം മാനുഫാക്ചറിങ് സെക്ടർ ഓഫ് USA. USA മാനുഫാക്ചറിങ് സെക്ടറിലെ ഡേറ്റ യൂസ് ചെയ്തിട്ട് ചാൾസ് ഡബ്ല്യു കോബ് ആൻഡ് പോൾ എച്ച് ഡോഗ്ലസ് സ്റ്റാറ്റിസ്റ്റിക്കലി ആൻഡ് മാത്തമാറ്റിക്കലി കോക്ക് ഡോഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനെ പ്രൂവ് ചെയ്തു. ഇനി അക്കോർഡിംഗ് ടു കോക്ക് ഡോഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, അതായത് നമ്മൾ ഇവിടെ ഈ കേസിൽ ഇൻപുട്സ് ആയിട്ട് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഇൻപുട്ടിനെ വേരി ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് നമുക്ക് എത്ര കിട്ടുന്നു, അപ്പൊ അതുവഴി പ്രൊഡക്ഷൻ എത്രത്തോളം ഇൻക്രീസ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വെച്ച് നമ്മൾ പറയുന്നത്. അപ്പം ഈ കോക്ക് ഡോഗ്ലസിന്റെ കേസിലും അതുപോലെ തന്നെയാണ്. Coke Douglas production function is a mathematical model economists use to show how output is produced from 2 main inputs. ഇവിടെ നമ്മൾ ഇൻപുട്ട് ആയിട്ട് ലേബറും ക്യാപിറ്റലും ആണ് എടുക്കുന്നത്. ഈ 2 ഇൻപുട്സ് വെച്ചിട്ട് എങ്ങനെ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളത്, അതുവഴി പ്രൊഡക്ഷൻ എന്ത് സംഭവിക്കുന്നു, അതാണ് കോക്ക് ഡോഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വെച്ച് നമ്മൾ പറയുന്നത്. കോക്ക് ഡോഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ജനറൽ ഫോം. അതിനു മുന്നേ ഒരു കാര്യം കൂടി ഉള്ളത്, ലേറ്റസ്റ്റ് ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് എല്ലാ പ്രൊഡക്ഷനും നടത്തുന്നത്. അതുകൂടി ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ കേസിൽ നമ്മൾ പറയുന്നുണ്ട്. ലേറ്റസ്റ്റ് ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഏതെങ്കിലും 2, ഇപ്പൊ നമ്മുടെ ഇവിടെ ലേബറും ക്യാപിറ്റലും ആണ് എടുക്കുന്നത്, ആ 2 ഇൻപുട്സിനെ വേരി ചെയ്യുന്നു, ബാക്കിയുള്ള ഔട്ട്പുട്സ് കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നു, അപ്പൊ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുമല്ലോ. അപ്പം അത് പ്രൊഡക്ഷനെ എങ്ങനെയാണ് ബാധിച്ചിട്ടുള്ളത്, പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യിപ്പിക്കുകയാണോ ഡിക്രീസ് ചെയ്യിപ്പിക്കുകയാണോ എന്നുള്ളതാണ് നമ്മൾ കോക്ക് ഡോഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വെച്ച് പറയുന്നത്. ഇനി അതിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് Q ഈക്വൽ ടു A ഇൻറ്റു L റേസ് ടു ആൽഫ ഇൻറ്റു K റേസ് ടു ബീറ്റ എന്നാണ്. അതിലെ Q എന്ന് പറയുന്നത് ടോട്ടൽ ഔട്ട്പുട്ട്. നമുക്ക് എപ്പോഴും പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നിന്ന് കിട്ടുന്നത് എപ്പോഴും എന്താണ്, ഔട്ട്പുട്ട് ആണ്. അപ്പൊ ടോട്ടൽ ഔട്ട്പുട്ട് ആണ് Q എന്ന് പറയുന്നത്. അതാണ് നമുക്ക് പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി ഇവിടെ A എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ടെക്നോളജി ലെവലാണ് A. ദെൻ K നമുക്കറിയാം ക്യാപിറ്റൽ ആണ്, K വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. L ലേബർ, പിന്നെ ആൽഫ ബീറ്റ 2 കോൺസ്റ്റന്റ്സ് ഉണ്ട്. ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ലേബർ ആണ് ബീറ്റ. ഈ ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് അനുസരിച്ചിട്ടാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇവിടെ ആൽഫ ആൻഡ് ബീറ്റയുടെ വാല്യൂ അനുസരിച്ച്, ബേസ്ഡ് ഓൺ ദ വാല്യൂസ് ഓഫ് ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ലേബർ, വി ഗെറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇപ്പൊ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, കോക്ക് ഡോഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഡിസ്ക്രൈബ്സ് Q equal to A into L raised to alpha into K raised to beta. Q is the quantity of output produced, A technology, L labor and K capital.
Alpha output elasticity with respect to labor, beta output elasticity with respect to capital. ഇനി ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ രണ്ട് ഇൻപുട്ട് ആണ് ഇവിടെ ഉള്ളത്. ഏതൊക്കെയാണ്? ലേബറും ക്യാപിറ്റലും ആണ് നമ്മുടെ ഇൻപുട്സ്. ഇനി ഇൻപുട്ട് റൈസ് ചെയ്യുന്നത്, അതായത് ഇൻക്രീസ് ചെയ്യണതനുസരിച്ചിട്ട് നമുക്ക് ഔട്ട്പുട്ട് 3 സ്റ്റേജസിൽ ഔട്ട്പുട്ട് കിട്ടും. അപ്പൊ ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 1 എന്നുള്ള വാല്യൂ ഉണ്ട്, ആൽഫ പ്ലസ് ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ഉണ്ട്, ആൽഫ പ്ലസ് ബീറ്റ ലെസ് ദാൻ 1. ഇങ്ങനെ 3 സ്റ്റേജസ് ആണ് പറയുന്നത്. ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 1 ആണെങ്കിൽ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. ഇനി ആൽഫ പ്ലസ് ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിലും, ആൽഫ പ്ലസ് ബീറ്റ ലെസ് ദാൻ 1 ആണെങ്കിൽ ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിലും ആണ്. ഇനി നെക്സ്റ്റ് ഈ ആൽഫയും ബീറ്റയും ഞാൻ പറഞ്ഞു ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ആണ്. ഒന്ന് വിത്ത് റെസ്പെക്ട് ടു ലേബർ ആൻഡ് അടുത്തത് വിത്ത് റെസ്പെക്ട് ടു ക്യാപിറ്റലും ആണ്. അപ്പോൾ ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി മെഷേഴ്സ് ദ റെസ്പോൺസീവ്നെസ് ഓഫ് ഔട്ട്പുട്ട് ടു എ ചേഞ്ച് ഇൻ ലെവൽസ് ഓഫ് എയ്തർ ലേബർ ഓർ ക്യാപിറ്റൽ യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ. പ്രൊഡക്ഷനിൽ യൂസ് ചെയ്തിട്ടുള്ള ക്യാപിറ്റലോ ലേബറോ ആ രണ്ട് ഇൻപുട്സിന് വരുന്ന ചേഞ്ച് അനുസരിച്ചിട്ട് ഔട്ട്പുട്ടിൽ വരുന്ന റെസ്പോൺസ്, അതാണ് ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യുന്നത്. ഇനി കോബ് ഡോഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഹോമോജീനസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. അപ്പൊ കോബ് ഡോഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പ്രൂവ് ചെയ്യാൻ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ തന്നത് കോബ് ഡോഗ്ലസ് ആണെന്ന് പറയണമെങ്കിൽ ആൽഫയും ബീറ്റയും ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടിയാൽ മാത്രമാണ് അത് കോബ് ഡോഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത്രയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ ഉള്ളത്. ഇനി നിങ്ങൾ സീരീസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കുമ്പോൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് പഠിക്കണം. ഇതിൽ കുറെ ലോസ് പറയുന്നുണ്ടല്ലോ. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് പറയുന്നുണ്ട്, പിന്നെ ലോ ഓഫ് മാർജിനൽ യൂട്ടിലിറ്റിയുടെ ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ലോ പറയുന്നുണ്ട്, ലോ ഓഫ് ഡിമാൻഡ്, ലോ ഓഫ് സപ്ലൈ പറയുന്നുണ്ട്, പിന്നെ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, കോബ് ഡോഗ്ലസ്. ഇങ്ങനത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മെയിൻ ആയിട്ട് അതിൽ നോട്ട് ചെയ്ത് പഠിക്കേണ്ടത്. പറഞ്ഞ എല്ലാ ലോസും അറിഞ്ഞിരിക്കണം, പിന്നെ പ്രൊഡക്ഷൻ ഫംഗ്ഷനും അറിയണം. അത്രയാണ് മൊഡ്യൂൾ 1 ടോപ്പിക്കുകൾ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ അല്ല, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മൊഡ്യൂൾ 2 പോവാം. ഡിലേ ആക്കണം. പ്രോബ്ലം ചോദിക്കൂ. പ്രോബ്ലംസ് ചോദിക്കും. അതിന് ഞാൻ വേറൊരു സെഷൻ വെച്ചോളാം പ്രോബ്ലംസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, പ്രോബ്ലത്തിന് വേണ്ടി മാത്രമായിട്ട്. പിന്നെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്, അതായത് സീരീസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും പിന്നെ മോഡൽ ക്വസ്റ്റ്യൻസും ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ ഷെയർ ചെയ്യാം ഗ്രൂപ്പില്. മൊഡ്യൂൾ 2 ഫസ്റ്റ് വരുന്നത് കോസ്റ്റ് കോൺസെപ്റ്റ്സ് ആണ്. അതിലേക്ക് പോവാം. കോസ്റ്റ് കോൺസെപ്റ്റ്സ്. കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളൊരു എന്തെങ്കിലും ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ആ പ്രൊഡക്ഷൻ യൂണിറ്റില് എന്തൊക്കെ ചെലവുകൾ വരുന്നുണ്ടോ ആ മൊത്തം ചെലവിനെയാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ എക്സ്പെൻഡിച്ചർ incurred by a business to produce and supply goods and services. That means money spent to produce a specific quantity of output. അതാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. Cost of production includes all the payments or expenditure necessary to obtain the factors of production. ഇപ്പൊ നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്സ് ആണ്, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. അപ്പം ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന എല്ലാ പേയ്മെന്റ്സും അതിന് നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയും. സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ആ പ്രൊഡക്ഷൻ യൂണിറ്റില്
ഡിഫറെന്റ് പല ചെലവുകളും വരുമല്ലോ. ഇപ്പൊ റോ മെറ്റീരിയൽസ് വാങ്ങിക്കണം, ജോലി അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വേജസ് കൊടുക്കണം. റെന്റഡ് സ്പേസിലാണ് ആ ഫാക്ടറി അല്ലെങ്കിൽ കമ്പനി ഉള്ളത്, ഇങ്ങനെ റെന്റ് കൊടുക്കണം, ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കണം, അങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, അങ്ങനെ എല്ലാത്തിനും വേണ്ടിയിട്ടും മൊത്തത്തിൽ വരുന്ന ചെലവിന് നമ്മൾ കോസ്റ്റ് എന്ന് പറയും. ഇനി ഈ കോസ്റ്റ് തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് സോഷ്യൽ കോസ്റ്റ്. സോഷ്യൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെലവാക്കുന്ന ക്യാഷ്, അതാണ് സോഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദാറ്റ് മീൻസ് ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ ആ പ്രൊഡക്ഷൻ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ വേസ്റ്റേജ് അല്ല, വേസ്റ്റ് വരാലോ. അപ്പൊ ആ വേസ്റ്റ് പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യണമല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ അത് സൊസൈറ്റീനെ അഡ്വേഴ്സ് ആയിട്ട് അഫക്ട് ചെയ്യില്ലേ. അപ്പം പ്രോപ്പർ ആയിട്ടുള്ള വേസ്റ്റ് ഡിസ്പോസൽ വേണം. അപ്പം അതിനു വേണ്ടിയിട്ട് നമുക്ക് ക്യാഷ് ചെലവഴിക്കേണ്ടി വരും. അപ്പൊ അത് സോഷ്യൽ കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ പൊല്യൂഷൻ ഉണ്ടെങ്കിൽ ആ പൊല്യൂഷൻ കൺട്രോളിന് വേണ്ടിയിട്ട് കുറെ മെഷേഴ്സ് എടുക്കേണ്ടി വരും, അതിന് ചെലവാവാം. പിന്നെ അതുപോലെ ഹെൽത്ത് ഇഷ്യൂസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഫാക്ടറിയോ അല്ലെങ്കിൽ ഈ പ്രൊഡക്ഷൻ യൂണിറ്റ് മൂലം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യും, ക്യാഷ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതൊക്കെ നമ്മൾ സോഷ്യൽ കോസ്റ്റ് എന്ന് പറയും. അതായത് കമ്മ്യൂണിറ്റി വെൽഫെയർ അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന പൈസയാണ് സോഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫേം അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങുമ്പോൾ ഗവൺമെന്റിന്റെ സാങ്ഷൻ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കുറെ പോളിസീസ് ഉണ്ടല്ലോ, അത് അംഗീകരിച്ചുകൊണ്ട് മാത്രമല്ലേ ആ ഒരു സംരംഭം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, അതിനുവേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന പൈസയാണ് സോഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി സോഷ്യൽ കോസ്റ്റ് നമ്മൾ പ്രൈവറ്റ് കോസ്റ്റ് പ്ലസ് എക്സ്റ്റേണൽ കോസ്റ്റ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, സോഷ്യൽ കോസ്റ്റ് കിട്ടുന്നത്. പ്രൈവറ്റ് കോസ്റ്റും എക്സ്റ്റേണൽ കോസ്റ്റും ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സോഷ്യൽ കോസ്റ്റ് കിട്ടുന്നത്. ഇനി അപ്പൊ പ്രൈവറ്റ് കോസ്റ്റ് എന്താന്ന് അറിയണ്ടേ? Cost directly paid by a person or a firm for producing goods and services. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു ഫേം തുടങ്ങി, എക്സാമ്പിൾ ആയിട്ട് ചോക്ലേറ്റ് ഫാക്ടറി ആണെന്ന് വിചാരിച്ചോ. അപ്പൊ ആ ചോക്ലേറ്റ് ഫാക്ടറിയിലേക്ക് റോ മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരും. അപ്പം ആ റോ മെറ്റീരിയൽസിന് വേണ്ടി ചെലവഴിക്കുന്നത് പ്രൈവറ്റ് കോസ്റ്റ് ആണ്. അതുപോലെ ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് വേജ് കൊടുക്കേണ്ടി വരും, അതൊക്കെ പ്രൈവറ്റ് കോസ്റ്റ് ആണ്. അതായത് കോസ്റ്റ് ഡയറക്ട്ലി പെയ്ഡ് ബൈ എ പേഴ്സൺ ഫോർ പ്രൊഡ്യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് സർവീസസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നടത്തേണ്ട പേയ്മെന്റ്. കാരണം ഈ റോ മെറ്റീരിയൽസ് ഉണ്ടെങ്കിലാണല്ലോ ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ലേബേഴ്സ് ഉണ്ടെങ്കിലാണ് യൂണിറ്റ് നടന്ന് അതിന്റെ വർക്ക് ചെയ്ത് പോവുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് വേജ് കൊടുക്കണം. അപ്പൊ അങ്ങനെ അതാണ് പ്രൈവറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ആക്ച്വൽ മണി പേയ്മെന്റ്സ് ആണ്. ആക്ച്വൽ മണി പേയ്മെന്റ്സ് മെയ്ഡ് ഫോർ ഹയറിംഗ് റിസോഴ്സസ്. നമ്മുടെ റിസോഴ്സസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ടുള്ള ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ ആണ്. ഇതൊക്കെ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി പേ ചെയ്യുന്ന മണിയാണ്. ഇത് അക്കൗണ്ടബിൾ ആണ്. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ് കോസ്റ്റ് എന്നും പറയും. കണക്ക് കാണിക്കണം. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഫാക്ടറി, ചോക്ലേറ്റ് ഫാക്ടറി ആണെങ്കിൽ റെന്റഡ് സ്പേസിലാണ് ഉള്ളെങ്കിൽ എല്ലാ മാസവും റെന്റ് കൊടുക്കണം. അതുപോലെ സ്ഥാപനം വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ മാസവും ലേബേഴ്സിന് വേജസ് കൊടുക്കണം. പിന്നെ എവിടെന്നെങ്കിലും മണി ബോറോ ചെയ്തിട്ടാണ്, അത് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് സ്ഥാപനം തുടങ്ങിയേക്കണമെങ്കിൽ
ബോറോഡ് മണിക്ക് എല്ലാ മാസവും ഇൻട്രസ്റ്റ് കൊടുക്കണം. അതൊക്കെ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആണ്. റിസോഴ്സസ് ഹയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ച്വൽ മണി പേയ്മെന്റ്സ് ആണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. നെക്സ്റ്റ് വൺ ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഓണറിന്റെ തന്നെ മണി. ഇപ്പം ചോക്ലേറ്റ് ഫാക്ടറി തുടങ്ങിയേക്കുന്നത് റെന്റഡ് സ്പേസിലൊന്നും അല്ല, സ്വന്തമായിട്ടുള്ള സ്ഥലത്താണ് തുടങ്ങിയേക്കണെങ്കിൽ അതിന് റെന്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. റെന്റ് ഓഫ് ഓണേഴ്സ് ഓൺ ബിൽഡിംഗ്, ഓണറിന്റെ സ്വന്തം ബിൽഡിങ്ങിലാണ് തുടങ്ങിയേക്കണെങ്കിൽ ആ റെന്റ് ഇവിടെ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യണേ. ഓണറിന്റെ തന്നെ ക്യാഷ് ആണല്ലോ, അതായത് ഓണറിന്റെ സാലറി എന്ന് പറയുന്നതും ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓണറിന്റെ സ്വന്തം റിസോഴ്സസ്, കോസ്റ്റ് ഓഫ് സെൽഫ് ഓൺഡ് റിസോഴ്സസ് യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ, ഇവിടെ ക്യാഷ് ആയിട്ട് പേ ചെയ്യാത്ത കാര്യങ്ങളാണ്. അതായത് സാലറി ഓഫ് ദ ഓണർ, ഓണറിന്റെ സാലറി, പിന്നെ റെന്റ്, അതായത് സ്വന്തം സ്ഥലത്താണ് സ്ഥാപനം ഇരിക്കണമെങ്കിൽ അതിന്റെ റെന്റ്, അത് എക്സ്പ്ലിസിറ്റ് കോസ്റ്റാ. പിന്നെ ഓണർ സ്വന്തം ക്യാപിറ്റൽ ഉപയോഗിച്ച്, അതായത് സ്വന്തമായിട്ട് പൈസ ഉണ്ടാകുന്ന ഉപയോഗിച്ച് അത് സ്വന്തം ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് സ്ഥാപനം തുടങ്ങിയേക്കണമെങ്കിൽ അതും ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആണ്. ഇതൊന്നും അക്കൗണ്ടബിൾ അല്ല, നോട്ട് അക്കൗണ്ടഡ്, ബിക്കോസ് ദേ ആർ നോട്ട് പെയ്ഡ് ഇൻ ക്യാഷ്. ഇതൊക്കെയാണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. എക്സ്പ്ലിസിറ്റ് ആവുമ്പോൾ അക്കൗണ്ടബിൾ ആണ്, ഇംപ്ലിസിറ്റ് അക്കൗണ്ടബിൾ അല്ല. നെക്സ്റ്റ് വരുന്നത് സങ്ക് കോസ്റ്റ്. സങ്ക് കോസ്റ്റ് അതായത് ഓൾറെഡി ആ കോസ്റ്റ് പേ ചെയ്തു, അല്ലെങ്കിൽ ഓൾറെഡി ആ ക്യാഷ് പേ ചെയ്തു, നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റാത്തത്. അതെന്താന്ന് വെച്ചാൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് അവര് ഒരു പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിന്റെ ഡിസൈനൊക്കെ കുറെ പൈസ കൊടുത്തു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതിന്റെ അകത്ത് പറഞ്ഞേക്കുന്ന അനുസരിച്ച് 10 lakh rupees കൊടുത്തിട്ട് ഒരു പ്രോട്ടോടൈപ്പോ അല്ലെങ്കിൽ ഒരു ഡിസൈനൊക്കെ ചെയ്തു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആ ഡിസൈൻ വർക്ക്ഔട്ട് ആവില്ല എന്ന് മനസ്സിലായത്. അവരുദ്ദേശിക്കുന്ന പ്രോഡക്റ്റിന് ഈ ഡിസൈൻ വർത്തല്ല, അല്ലെങ്കിൽ വർക്ക്ഔട്ട് ആവില്ല എന്ന് മനസ്സിലായി. പക്ഷെ ആ 10 ലക്ഷം രൂപ മുടക്കിയത് തിരിച്ചു കിട്ടുമോ? ഇല്ല, അത് പോയി. അതാണ് സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഓൾറെഡി പേ ചെയ്തു പോയി, പക്ഷെ അത് നമുക്ക് റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള കോസ്റ്റ് ആണ് സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ അതിന് ഓൾട്ടർനേറ്റീവ് കോസ്റ്റ് എന്നും പറയും. അതായത് നമ്മുടെ കയ്യിൽ 2 ചോയ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ ബെസ്റ്റ് വൺ ചൂസ് ചെയ്യുമ്പോൾ സെക്കൻഡ് ബെസ്റ്റ് വൺ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടാവുകയല്ലേ. അപ്പൊ നമ്മുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്ന സെക്കൻഡ് ബെസ്റ്റ് വണ്ണിന് നമുക്ക് എത്ര രൂപ കിട്ടുമായിരുന്നോ അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പൊ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പം 2 ഓപ്ഷൻസ് ഉണ്ട്, പ്രോജക്ട് എയും പ്രോജക്ട് ബിയും ഉണ്ടെന്ന് വിചാരിക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇഫ് ക്യാപിറ്റൽ ഈസ് ഇൻവെസ്റ്റഡ് ഇൻ പ്രോജക്ട് എ വിച്ച് ഏൺസ് 10 lakhs, അല്ല 10 lakh വേണ്ട, 1 crore. ഇല്ല, ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പം പ്രോജക്ട് എയും ഉണ്ട് പ്രോജക്ട് ബിയും ഉണ്ട്. അപ്പൊ പ്രോജക്ട് എയില് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തു, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് 50 lakh rupees ആണെന്ന് വിചാരിച്ചോ. പ്രോജക്ട് ബിയിൽ നിന്ന് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത് 20 lakh. പ്രോജക്ട് എയിന്ന് 50 lakhും പ്രോജക്ട് ബിന്ന് 20 lakhും ആണ് ഏൺ ചെയ്യുന്നതെങ്കിൽ നമ്മളെ സ്വാഭാവികമായിട്ട് പ്രോജക്ട് എ ചൂസ് ചെയ്യും. 50 lakhs കിട്ടുന്ന പ്രോജക്ട് ഏതാണ് ബെസ്റ്റ് വൺ അത് ചൂസ് ചെയ്യും. അപ്പൊ പ്രോജക്ട് ബി ചൂസ് ചെയ്തിരുന്നെങ്കിൽ കിട്ടുന്നത് 20 lakhs അല്ലേ, പക്ഷെ നമ്മൾ എ ആണ് ചൂസ് ചെയ്തത്, ബി നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അപ്പൊ നമ്മുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് പ്രോജക്ട് ബിയുടെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള 20 lakhs ആയിരിക്കും. That is what we called as opportunity cost. Opportunity cost is the value of next best alternative foregone when a decision is made to use
resources in a particular way. അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പറയാവുന്നത് when you choose one option the benefit you lose from not choosing the next best option, അതാണ് opportunity cost. ഷോർട്ട് റൺ കോസ്റ്റ് കർവിലേക്ക് വരുന്നതിന് മുന്നേ നമ്മളിപ്പോ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങള് കോസ്റ്റ് എന്താന്ന് പറഞ്ഞു. അതായത് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിന്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ, പിന്നെ ടൈപ്സ് ഓഫ് കോസ്റ്റ്, സോഷ്യൽ കോസ്റ്റ് പറഞ്ഞു, സോഷ്യൽ വെൽഫെയറിന് വേണ്ടി ചെലവാക്കുന്ന കോസ്റ്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ പ്രൈവറ്റ് കോസ്റ്റ് പറഞ്ഞു, ഡയറക്റ്റ് ആയിട്ട് പേ ചെയ്യുന്ന ക്യാഷ് ഫോർ പ്രൊഡ്യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അത് പ്രൈവറ്റ് കോസ്റ്റ്. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ റിസോഴ്സസ് ഹയർ ചെയ്യാൻ വേണ്ടി നടത്തുന്ന ആക്ച്വൽ മണി പേയ്മെന്റ് ആണ്, അക്കൗണ്ടിങ് കോസ്റ്റും ആണ് അത്. ഇംപ്ലിസിറ്റ് കോസ്റ്റ് പറഞ്ഞു, സെൽഫ് ഓൺഡ് റിസോഴ്സസിന്റെ കോസ്റ്റ് ആണ്. സങ്ക് കോസ്റ്റ് പറഞ്ഞു, നമ്മൾ ഓൾറെഡി ആ കോസ്റ്റ് ഇൻക്വയർ ചെയ്തു, അതായത് ഓൾറെഡി നമ്മൾ പേ ചെയ്തു, അത് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റാത്ത ആ ടൈപ്പ് കോസ്റ്റ് സങ്ക് കോസ്റ്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ഇപ്പം രണ്ട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ ബെസ്റ്റ് വൺ ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഓപ്ഷനിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് ആണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഷോർട്ട് റൺ കോസ്റ്റ് കർവ്. ഷോർട്ട് റൺ കോസ്റ്റ് കർവ്. ഇനി ഷോർട്ട് റൺ എന്ന് പറയുമ്പോൾ ഷോർട്ട് റണ്ണില് ടൈം കുറവാണ്, അപ്പൊ നമ്മൾ വേരി ചെയ്യുന്ന എല്ലാ ഇൻപുട്സിനെയും വേരി ചെയ്യാനുള്ള ടൈം കിട്ടൂല. എല്ലാ ഇൻപുട്സും വേരി ചെയ്ത് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ടൈം ഇല്ല ഷോർട്ട് റണ്ണില്. ലോങ് റണ്ണിലാണ് എല്ലാ ഇൻപുട്സിനെയും നമ്മൾ വേരി ചെയ്തിട്ട് ഔട്ട്പുട്ട് കിട്ടി പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന കേസ് പറയുന്നത്. ഷോർട്ട് റണ്ണില് കുറച്ച് ഫാക്ടേഴ്സ് ഫിക്സഡ് ആയിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് ടൈമിനുള്ളിൽ ഒരു പ്ലാന്റിന്റെ സൈസ്, അതായത് ഒരു ഫാക്ടറിയുടെ സൈസ് പെട്ടെന്ന് കൂട്ടാൻ പറ്റുമോ, അല്ലെങ്കിൽ പെട്ടെന്ന് ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് ഷോർട്ട് റണ്ണില് ആ ഒരു വേരിയബിള് ഫിക്സഡ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ഇൻപുട്ട് ഫിക്സ്ഡ് ആയിരിക്കും. പെട്ടെന്ന് ഒരു ബിൽഡിംഗ് പണിയാന്ന് പറയുന്നത് ഷോർട്ട് റൺ ഓഫ് ടൈമിൽ പോസിബിൾ അല്ല. അത് ലോങ് റണ്ണിലാണ് ആ ഇൻപുട്ട് വേരി ചെയ്യിച്ചിട്ട് നമുക്ക് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ പ്ലാന്റ് സൈസ്, ബിൽഡിംഗ് മെഷീനറി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുമായിരിക്കും. ഷോർട്ട് റണ്ണില് കുറച്ച് ഫാക്ടേഴ്സ് ഫിക്സ്ഡ് ആയിരിക്കും. അതിന് എക്സാമ്പിൾ ആണ് പ്ലാന്റ് സൈസ്, ബിൽഡിംഗ് മെഷീനറി ഒക്കെ. കുറച്ച് ഫാക്ടേഴ്സിനെ നമ്മൾ വേരിയബിൾ ആക്കും. അതെന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽസ്, ലേബർ ഒക്കെ ചീപ്പായിട്ടുള്ള അല്ലെങ്കിൽ ഷോർട്ട് റണ്ണില് വേരി ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഇൻപുട്സ് ആണ്. ഇനി ഷോർട്ട് റണ്ണിലെ കോസ്റ്റുകൾ 3 ടൈപ്പാണ് നമ്മൾ പറയുന്നത്. ടോട്ടൽ കോസ്റ്റ്, ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ്. ഇനി ടോട്ടൽ കോസ്റ്റിൽ തന്നെ ടോട്ടൽ കോസ്റ്റ് ഉണ്ട്, പിന്നെ TFC എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ഒന്നുകൂടി പറയാം, ഷോർട്ട് റണ്ണിൽ നമ്മൾ 3 ടൈപ്പ് കോസ്റ്റാണ് പറയുന്നത്. ടോട്ടൽ കോസ്റ്റ്, ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ്. ഇനി അതിലെ ഫസ്റ്റ് വൺ ടോട്ടൽ കോസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ 3 ഡെഫിനിഷൻസ് പറയുന്നുണ്ട്. ടോട്ടൽ കോസ്റ്റ് എന്താണ്, ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എന്താണ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്താണെന്ന് പറയുന്നത്. 3. സിമിലർലി ആവറേജ് കോസ്റ്റ് എടുക്കുമ്പോൾ ആവറേജ് കോസ്റ്റ് പറയും, ആവറേജ് കോസ്റ്റ് പറയും, ആവറേജ് ഹലോ, ഞാൻ വോയിസ് കുറവാണ്.